വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ അതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഇസ്ലാമാബാദിൽ ഇവര് ചർച്ചകൾ നടത്തി. കഴിഞ്ഞ ദിവസം അത് വലിയ വാർത്തയായിരുന്നു. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടത്തിയിട്ട് ആ ചർച്ചകൾ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലും നമ്മുടെ നാഷണൽ മീഡിയാസിലും ഒക്കെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകളിൽ ഇസ്ലാമാബാദിൽ പ്രധാനമായിട്ടും ഇറാൻ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലൊരു സമവായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും പിന്നെ GCC രാജ്യങ്ങളും ഈ ചർച്ചയിൽ യാതൊരുവിധ താല്പര്യവും ഇല്ലാതെയാണ് ഈ ചർച്ചയെ നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇറാൻ അമേരിക്കയുമായി ഒരു കരാറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് GCC രാജ്യങ്ങൾക്ക് മേലും ഇസ്രായേലിന്റെ മേലും ശക്തി കൂടും എന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഈ പാകിസ്ഥാൻ ഈ പ്രതിരോധ കരാറൊക്കെ ഒപ്പിട്ടിരുന്നല്ലോ സൗദിയുമായിട്ട്. അപ്പോൾ പാകിസ്ഥാൻ സൈന്യം സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 13,000 സൈനികരും 10 മുതൽ 18 വരെ വിമാനങ്ങളും അടങ്ങുന്ന സംഘമാണ് എത്തിയതെന്ന് സൗദി സർക്കാർ ശനിയാഴ്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാക് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും സഹായ വിമാനങ്ങളും ഈ സംഘത്തിലുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിൽ ഇറാന്റെ തന്ത്രമായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുജ്തബ ഖമേനിയുടെ ഒരു വലിയ തന്ത്രമാണ് അമേരിക്കയ്ക്ക് മേൽ മുജ്തബ ഖമേനി പയറ്റുന്നതെന്ന് അവർ പറയുന്നു. ആ കെണിയിൽ ട്രംപ് വീഴുന്നു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള ഡിബേറ്റബിൾ ആണ് ആ സാധനമൊക്കെ. സംഭവം എന്ന് പറഞ്ഞാൽ സൂപ്പർ പവറാണ് അമേരിക്ക. അപ്പൊ സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയെ തങ്ങളുടെ തന്ത്രത്തിനനുസരിച്ച് വളയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇറാൻ നടത്തുന്നത് എന്ന് ഇവർ പറയുന്നു. അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം, ഈ അമേരിക്കയ്ക്ക് അത്യാധുനിക മിസൈലുകളും സൈനിക ശക്തിയും എല്ലാം ഉണ്ട്. ലോകത്തിന്റെ സാമ്പത്തിക ധമനിയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇറാൻ അത് നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഇറാന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനും അത് ദുർബലപ്പെടുത്താനും സാധിക്കുമെന്ന് ഇറാന് കൃത്യമായിട്ട് അറിയാം. അമേരിക്കയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നവും അത് തന്നെയാണ്. അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിച്ചു വരികയാണ്, എണ്ണവില കുതിച്ചുയരുകയാണ്. ഇത് ട്രംപ് ഭരണകൂടത്തെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ആഭ്യന്തര അന്തർദേശീയ മേഖലകളിൽ ഡൊണാൾഡ് ട്രംപ് നിരവധി വെല്ലുവിളികൾ നേരിടുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വെല്ലുവിളി ഇതാണ്. US തിരഞ്ഞെടുപ്പും അടുത്തു വരികയാണ്. അപ്പൊ അവിടെയാണ് പണപ്പെരുപ്പം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇറാൻ കൃത്യമായി മനസ്സിലാക്കുന്നത്. മെയ് മാസത്തിൽ ട്രംപിന്റെ ചൈന സന്ദർശനവും ചാൾസ് രാജാവിന്റെ US സന്ദർശനവും ഉണ്ട്. അവിടെ ഇയാൾക്ക് ഈ പ്രശ്നം വളരെ വലുതായിട്ട് നേരിടേണ്ടി വരും എന്നും ഇറാൻ കണക്ക് കൂട്ടുന്നുണ്ട്. കൂടാതെ അമേരിക്കൻ പൊതുജനങ്ങൾ ട്രംപിനെതിരായി വരുന്നുള്ളതും ഇറാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. കൂടാതെ ഈ സൈനിക വിദഗ്ധരെല്ലാം ഇപ്പോൾ പറയുന്നത് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും പകുതിയിലധികം ഇപ്പോഴും സുരക്ഷിതമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇറാൻ ഈ ചർച്ചയിൽ യാതൊരുവിധ കാര്യവുമില്ലാതെ പിൻവാങ്ങിയത് ഈ ഒരു തന്ത്രം കൂടെ വെച്ചിട്ടാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പാകിസ്ഥാന്റെ മറ്റൊരു മൂവ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ അവിടെയില്ല ഇവിടെയില്ല എന്ന് പറയുമെങ്കിലും കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഇസ്ലാമാബാദിലേക്ക് ഇവർ തിരിച്ച് വീണ്ടും റീയുണൈറ്റ് ചെയ്ത് ചർച്ചയ്ക്ക് വീണ്ടും സാധ്യതയുണ്ടോ? പാകിസ്ഥാൻ സൗദിയിലേക്ക് പോയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി ആരായിരിക്കും ഇതിന് ഇടനില നിൽക്കുക? ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു പ്രഹസനമാണ് ഈ ചർച്ച. അതിന് ഞാനന്ന് ഉദാഹരണമായി പറഞ്ഞത്, ഈ അമേരിക്ക ഇറാനിൽ ബോംബാക്രമിക്കുന്ന തൊട്ട് തലേദിവസമായിരുന്നു ജനീവയിൽ ഒരു ചർച്ച നടത്തി. അന്ന് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? രണ്ടു കൂട്ടരും എല്ലാം ഓക്കെ ആയി, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും, ഞങ്ങൾ പറഞ്ഞേക്കാം അവർ അംഗീകരിച്ചു, അവർ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് തോളത്ത് കൈയിട്ടുകൊണ്ട് പോയി ഉറങ്ങാൻ കിടന്നവരല്ലേ ഇവരെല്ലാവരും. എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പല്ലേ ട്രംപ് കൊണ്ടുവന്ന് വലിയ ആക്രമണം അഴിച്ചു വിട്ടു എന്ന് മാത്രമല്ല ഖമേനിയെ വധിക്കുക കൂടി ചെയ്തിരുന്നു. അപ്പം ഇതൊരു പ്രഹസനമാണ്. അതായത് നമ്മളിപ്പോ അവസാന ശ്രമം, ഞങ്ങൾ ഒരു അക്രമകാരികളല്ല, അവസാനമായിട്ട് ഞങ്ങൾ അവരോടൊക്കെ ചർച്ചയ്ക്കൊക്കെ തയ്യാറാണ്, ചർച്ചയൊക്കെ നടത്തി, പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല, എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന ഒരു മെത്തേഡിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം ഇന്നലത്തെ നടന്ന ചർച്ച പാളിപ്പോകും എന്ന് നമ്മളുടെ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ നമ്മുടെ ഈ ചർച്ചകൾ കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്തൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം, അത് പാളിപ്പോകും. കാരണം ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത രണ്ടു കൂട്ടരും കൂടെ നിൽക്കുകയാണ്. എവിടെങ്കിലും ഒരു അയവ് വേണ്ടേ? എവിടെങ്കിലും എന്താ അതിന് പറയുന്നത്, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ തോപ്പാൻ അയയുമ്പോൾ ചാണ്ടി മുറുകും എന്ന് പറഞ്ഞൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നലത്തെ ചർച്ച 21 മണിക്കൂർ നടന്ന ചർച്ച. ആ ചർച്ചയിൽ അമേരിക്ക മുമ്പോട്ട് വെച്ചത് ഇറാൻ ഒരിക്കലും ഇനി ആണവോർജ്ജം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഒരിക്കലും ഇറാൻ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആണവോർജ്ജം എന്ന് പറയുമ്പോൾ ആണവായുധങ്ങളല്ല. അവരുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ അവർക്ക് ആണവ പ്ലാന്റുകൾ ആവശ്യമാണ്.
ഇതെല്ലാം പറയുകയും അവിടെ കൊണ്ട് തീരുകയും ചെയ്തു. ഹോർമിസിനെ പിന്നെ അങ്ങോട്ട് ചർച്ച മുമ്പോട്ട് പോയില്ല. ആദ്യത്തെ വിഷയം തന്നെ തട്ടി നിന്നു. സാധാരണ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ, ഒരു സിറ്റിംഗിൽ തന്നെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടില്ല. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ പരിഹരിക്കപ്പെടുള്ളൂ. അങ്ങനെ ഏത് രാജ്യത്തിന്റെ ആയാലും അങ്ങനെ തന്നെയാണ്. 5 6 ചിലപ്പോൾ 10 15 ഒക്കെ സിറ്റിംഗ്സുകൾ വേണ്ടി വരും, ഓരോ വിഷയങ്ങളും അപഗ്രഥിച്ച് അതിലൊക്കെ ഓരോ സൊല്യൂഷൻസ് കണ്ടെത്താം. പക്ഷെ അതല്ല, ഇനി അതിന്റെ ഇടയ്ക്ക് വേറൊരു പണി കൂടെ അമേരിക്ക കാണിക്കുകയുണ്ടായി. അമേരിക്ക ഈ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ അമേരിക്കയുടെ 2 പടക്കപ്പലുകൾ, USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സണും USS മൈക്കൽ മർഫി എന്ന് പറയുന്ന 2 പടക്കപ്പലുകൾ ഹോർമുസിനകത്തേക്ക് കയറ്റി. ഇവർ പറയുന്നത് ഇതിനകത്തുള്ള മൈനുകൾ നീക്കം ചെയ്യാനാണ് ഇത് കടത്തിയെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാനെ പ്രഷറിലാക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. പെട്ടെന്ന് തന്നെ ഇറാൻ ചർച്ചയുടെ ഒരു വഴി മാറുകയും അവിടെ വെച്ച് തന്നെ ഇറാന്റെ റിപ്പബ്ലിക്കൻ ഗാർഡ് പറഞ്ഞു 30 മിനിറ്റിനകം ഈ കപ്പലുകൾ തിരിച്ചു പോയില്ല എങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ആക്രമണം നടക്കും. ഒരുപക്ഷെ ആ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇത് പാളിപ്പോകേണ്ടതാണ്. അമേരിക്ക കാണിച്ച ഈ ഒരു പണിക്ക് തുടക്കത്തിൽ പാളിപ്പോകേണ്ട, പക്ഷെ പാളിയില്ല. ഈ കപ്പലുകൾ തിരിച്ചുപോയി, ഹോർമുസ് കടലിടുക്ക് കടന്നു, ഇപ്പുറത്തേക്ക് വന്നു. അപ്പം അതുകൊണ്ട് പിന്നെയും ചർച്ച മുമ്പോട്ട് പോയി, അത് പാളിപ്പോവുകയും ചെയ്തു. അതിനിടയിലാണ് ഈ പാകിസ്ഥാൻ അവരുടെ F-16 അടക്കമുള്ള യുദ്ധവിമാനങ്ങളുമായിട്ട് ഈ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലുള്ള കിങ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന വ്യോമത്താവളത്തിലേക്ക് അവരെത്തി. ഇവിടെ സൗദി അറേബ്യ തന്നെയാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ ഞങ്ങൾ പാകിസ്ഥാനുമായിട്ടൊരു അറബ് നാറ്റോ ഉണ്ട്, ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കടമ പാകിസ്ഥാനുണ്ട്, ഞങ്ങൾ സംയുക്തമായി തന്നെ നേരിടും ഇതിനെ എന്ന് പറയുന്നു. അതായത് പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് നേരിട്ടെത്തുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് പാകിസ്ഥാൻ ഉടനടി ഈ കൂടും കിടക്കയെ വിട്ട് 13,000 പേരെ കൊണ്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE കൊടുക്കാനുള്ള പണമുണ്ട്. UAE ഈ അടുത്ത ദിവസങ്ങളാണ് പാകിസ്ഥാനോട് പറഞ്ഞത് ഞങ്ങൾ തന്ന പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ആ പണം ഇപ്പോൾ സൗദി കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട് പാകിസ്ഥാന്. ആ പണം ഇപ്പൊ തന്നേക്കാം, നിങ്ങൾ കടം വീട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കടം വീട്ടുന്നതിന് എന്ത് ചെയ്യണം? സൗദി ഇവരെ കുടിക്കുന്നത് മറ്റൊരു തരത്തിലാണെന്ന് പറയേണ്ടി വരും. കാരണം പാകിസ്ഥാൻ എങ്ങും തൊടാതെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയതാണ്. പക്ഷെ എന്തുപറ്റി, ഈ പൈസയുടെ ഇടപാട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സൗദി ആ ഒരു അവസരം നന്നായി ഉപയോഗിക്കുകയും നമ്മൾ തമ്മിൽ സഖ്യമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ കടത്തിന്റെ അല്ലേ പ്രശ്നം, ആ കടന്റെ ഇപ്പൊ തന്നെ ഞങ്ങൾ പണം തന്നേക്കാം, ഇങ്ങനെ പോരാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ പോയിരിക്കുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതുവരെ പാകിസ്ഥാനിൽ ഇറാൻ കൈവച്ചിട്ടില്ല. അവരുമായി അതിർത്തി പങ്കിടുന്നു, 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോ അവർക്ക് അവിടേക്ക് ഒരു മിസൈൽ വായിക്കാനായിട്ട് വലിയ സമയവും ദൂരമൊന്നും വേണ്ട. മിസൈൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഡ്രോൺ ആയാലും മതിയാകും. കാരണം ഈ ദൂരെയുള്ള സൈപ്രസിൽ അടക്കമുള്ള ഇടങ്ങളിലേക്ക് അവർക്ക് മിസൈൽ വായിക്കാൻ പറ്റുമെങ്കിൽ ഈസി ആയിട്ട് പാകിസ്ഥാനിലും പറ്റും. ഇനി അങ്ങനെ ഒരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞ് വരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതായിട്ടൊരു കാര്യമാണ്. ഇതിനിടയിൽ ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പുമായിട്ട് ട്രംപ് എത്തിയിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ചൈന വലിയ രീതിയിൽ തന്നെ ഈ ആയുധങ്ങൾ നൽകുന്നുണ്ട് ഇറാന്, അതാണ് ഇതിന്റെ പ്രശ്നം. അത് നിർത്തിയില്ലെങ്കിൽ ബീജിങ്ങിനെതിരെ ഞങ്ങൾക്ക് നടപടിയെടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇവിടെ ചൈന പറയുന്നത് ഞങ്ങൾ അവർക്ക് ആയുധം കൊടുക്കുന്നില്ല എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആയുധമല്ല അവർ കൊടുക്കുന്നത്, ഈ സ്ഫോടകം ഉണ്ടാക്കാൻ പറ്റുന്ന രാസവസ്തുക്കള്, അതുപോലെ തന്നെ ഇതിന്റെ കമ്പോണൻസ് വേറെ ഉള്ളത്, അങ്ങനെയൊക്കെയുള്ളതാണ് കൊടുക്കുന്നത്. ആയുധം കൊടുക്കുന്നില്ലെന്നാണ് ശരിയാണ്. തോക്ക് കൊടുക്കുന്നില്ല, പക്ഷെ തോക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അവരാണത് ഉണ്ടാക്കിയെടുക്കുന്നത്. പറയുന്നതൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വീണ്ടും അത് ഒരു കലുഷിതമായ രീതിയിലേക്ക് അത് മാറുന്നു. 2 കൂട്ടരും നമ്മൾ കണ്ടതാണ്. ധനുഷന് അത് പറഞ്ഞിരുന്നതായിട്ട് എനിക്ക് അറിയാം 2 ദിവസം മുമ്പും. ഈ അമേരിക്ക ഈ ചർച്ചകൾക്ക് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തുന്നുണ്ട്. അവരുടെ പടക്കപ്പലുകൾ കൂടുതൽ കൊണ്ടിരുന്നു, ഈ പട്ടാളക്കാരെ കൂടുതൽ കൊണ്ടിരുന്നു. അവരത് പറയുമ്പോൾ തന്നെ ഇപ്പൊ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ നമ്മളതിപ്പോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചുകൊണ്ടല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതവർ കൊണ്ടുവരുന്നുണ്ട്. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ പടക്കപ്പലുകൾ ഹോർമുസിനകത്ത് കയറ്റുന്നു. ഹോർമുസിനകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി തന്നെ ഇത്രയും ടെൻഷനിൽ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഒരു യുദ്ധ കപ്പലുകൾ കയറ്റുമ്പോൾ സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ഈ അമേരിക്കയുടെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോഴിതാ പാകിസ്ഥാൻ കൂടി ആ ഒരു ഭാഗത്തേക്ക് വെച്ച് ഇവിടെ നമ്മൾ കുറച്ചുകൂടെ വിജിലന്റ് ആയിരിക്കണം, ഇന്ത്യ കുറച്ചുകൂടെ ജാഗ്രതയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് ചില മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം ഈ യുദ്ധം ഇനി നമ്മുടെ പടിവാതിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവിടെയാണ് മുമ്പ് നമ്മൾ പറഞ്ഞൊരു തിയറി ഒരുപക്ഷെ പ്രാക്ടിക്കലാകാൻ സാധ്യതയുള്ളത്. കാരണം ഇറാന്റെ ഒരു ആക്രമണം പാകിസ്ഥാനിൽ ഉണ്ടാകുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു സൈഡിൽ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ, സൗദി, ഇസ്രായേൽ, അമേരിക്ക അടക്കമുള്ള സഖ്യം, മറുഭാഗത്ത് ഇറാൻ. ഇവരെ രണ്ടുപേരെയും വെറുപ്പിച്ചാൽ അവരുടെ പാകിസ്ഥാനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ആഭ്യന്തര കലാപം വേറെ. അപ്പോൾ ഇവിടുന്നൊക്കെ അവർക്ക് ശ്രദ്ധ തിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഇന്ത്യ ചൊറിയുക, കിട്ടുന്നത് വാങ്ങിക്കൂട്ടുക. അപ്പൊ പറയുക ഞങ്ങൾ ഇന്ത്യയുമായി യുദ്ധത്തിലാണ്, എൻഗേജ്ഡ് ആണ്, ബിസിയാണ്, അതുകൊണ്ട് നിങ്ങളെ ഒന്നും സഹായിക്കാൻ പറ്റില്ല. അങ്ങനെ മുസ്ലിങ്ങളുടെ സംരക്ഷകൻ എന്നുള്ളതിൽ ഇപ്പം 2 ഇസ്ലാമിക രാജ്യമാണല്ലോ. ഇറാനും ഇസ്ലാമിക രാജ്യമാണ്, സൗദി ഇസ്ലാമിക രാജ്യമാണ്. ഇപ്പൊ ഇസ്ലാമിൽ തൊടാതെ കാഫിറായ ഇന്ത്യയെ തൊടുക എന്നുള്ളതാണ് അവരുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരു പോംവഴി. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞു വന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും.